മലയാള സിനിമയ്ക്ക് മാത്രമല്ല, മലയാള ചലച്ചിത്ര പ്രവർത്തകരും മലയാള സിനിമാ പ്രേമികളും അക്ഷരാർത്ഥത്തിൽ കണ്ണീരൊഴുക്കുന്നതാണ് നമ്മൾ ഈ പകലിൽ കണ്ടത്. ശ്രീനിവാസന്റെ മരണ വാർത്ത ഏതാണ്ട് ഒരു 8:45 മാധ്യമങ്ങളിൽ വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ചുള്ള ആളുകളുടെ കോളായിരുന്നു. ഏതാണ്ട് 9:30 ഈ വീടിൻ്റെ പരിസരത്തേക്ക് നമ്മൾ എത്തുമ്പോൾ, 11 മണിയോടുകൂടി നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഇവിടെ വലിയ തിരക്കായിരുന്നു. ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക സാധാരണക്കാരായ മനുഷ്യരും ഇവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയും ചെയ്തിരുന്നു. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തുന്നതിൽ ചലച്ചിത്ര പ്രവർത്തകർക്കൊപ്പം തന്നെ വളരെ സാധാരണക്കാരായ മനുഷ്യരുമുണ്ട്. അവരെ സംബന്ധിച്ച് ശ്രീനിവാസൻ എന്നത് ഏതാണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുന്നവർ തന്നെയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെയും സിനിമയിലെ കഥാപാത്രങ്ങൾ തന്നെയാണ്. അത്തരം കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ അല്ലെ അദ്ദേഹം കണ്ടുമുട്ടി അദ്ദേഹത്തിന് പരിചയപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അവരിൽ നിന്ന് രൂപപ്പെട്ടതാണ് കഥയും കഥാപാത്രങ്ങളും ഒക്കെ. അതുകൊണ്ട് ആളുകൾക്ക് വളരെ വേഗത്തിൽ ആ കഥാപാത്രങ്ങളുമായി പൊരുത്തപ്പെടാനും കഴിയും. അങ്ങനെ ആ നിലയിൽ അദ്ദേഹം നേരത്തെ പാട്യം അദ്ദേഹത്തിൻ്റെ ജന്മഗ്രാമം, ആ നാട്ടിലും അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകൾ, ഇപ്പോൾ ദാസൻ എന്ന കഥാപാത്രത്തെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിന് അറിയാവുന്നവർ, അദ്ദേഹത്തിൻ്റെ പരിചിതമായ മുഖം, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഭാഗമായ ആളുകൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവർ, അവരൊക്കെ തന്നെയാണ് അവസാനമായി ശ്രീനിവാസനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എറണാകുളത്ത് ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് യഥാർത്ഥത്തിൽ ടൗൺ ഹാൾ സമീപകാലത്തൊന്നും ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഉൾക്കൊണ്ടിട്ടില്ല. അത് എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും, ഒരുപക്ഷെ കൊച്ചി ആയതുകൊണ്ടാവാം, മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ ഉള്ളവർ അവിടേക്ക് എത്തുകയായിരുന്നു. അവരൊക്കെ അവസാനമായി അദ്ദേഹത്തെ കണ്ട് യാത്രാമൊഴി നൽകിയാണ് തിരികെ വീണ്ടും എത്തിയത്. ഇനി അദ്ദേഹം കൊച്ചിയിലേക്കില്ല, അതൊരു ഒരു അന്ത്യയാത്രയാണ്. ഇനി അദ്ദേഹം അവിടേക്ക് മടങ്ങിപ്പോകില്ല. കൊച്ചിയുടെ സാംസ്കാരിക വേദികളിൽ, സദസ്സുകളിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്നത് ഇനി ഉൾക്കൊണ്ടേ മതിയാവൂ. എന്തായാലും ശ്രീനിവാസൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഈ വൈകുന്നേരവും, ഈ രാത്രി സന്ധ്യ മയങ്ങുന്ന സമയത്തും ഇവിടേക്ക് ആളുകൾ എത്തുകയാണ്. അത് ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ, കർഷകരും ഉൾപ്പെടെ, കർഷക തൊഴിലാളികളൊക്കെ ഉൾപ്പെട്ട വലിയൊരു കൂട്ടം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ വീടിൻ്റെ പുറഭാഗത്ത് വലിയൊരു പാടശേഖരമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കർഷകരെയൊക്കെ സംഘടിപ്പിച്ച് ജൈവകൃഷിയുടെ പ്രചാരണത്തിനും അതിൻ്റെ കൃഷിക്കുമൊക്കെയായി ശ്രീനിവാസൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പിന്നീട് വലിയ ചർച്ചയാവുകയും അത് പല മാതൃകയാവും. ഇപ്പോൾ ടി എൻ പ്രതാപനൊക്കെ പറഞ്ഞതാണ്, അതൊക്കെ വലിയ മാതൃകയായി മാറുകയും ഹരിത സമൃദ്ധി എന്ന പേരിൽ അത് മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ്. ആ ഘട്ടത്തിലാണ് ശ്രീനിവാസൻ തന്നെ പറഞ്ഞത്, സർക്കാർ ഇതൊരു പദ്ധതിയായി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ ബ്രാൻഡ് അംബാസഡറോ പ്രചാരകനോ എന്ത് പേരിട്ട് വിളിച്ചാലും ഞാനതിന് തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. കുറെ കാലമായി അദ്ദേഹം അത്തരം പദ്ധതികളുമായി വളരെ സജീവമായി ഇതിൻ്റെ ഭാഗമായി ഈ നാട്ടിലും പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുകയും ചെയ്തിരുന്നു. ആ നിലയ്ക്ക് നാടിന്റെ ജീവിതക്രമത്തിന്റെ ഭാഗമായി തന്നെ ശ്രീനിവാസൻ അവിടെ മാറിയിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ എസ് വിജയകുമാർ സൂചിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.